നമസ്കാരം. ഓണാശംസകൾ. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമത്വം എന്ന് ഞാൻ പറഞ്ഞത് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അതാണ് സമത്വം. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേരളത്തിലല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള ലോകത്തെവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് ഓണം. ഓണമെന്നാൽ ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ല. യൂറോപ്പിലായാലും ശരി, അമേരിക്കയിലായാലും ശരി, ഓസ്ട്രേലിയയിലായാലും ശരി, ഗൾഫിലായാലും ശരി, അവരെല്ലാവരും എവിടെ മലയാളികളുണ്ടോ അവിടെയൊക്കെ, എവിടെ ഇന്ത്യക്കാരുണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിലുള്ളവരും ഗൾഫിലുള്ളവരും ഓണം ആഘോഷിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മഴക്കെടുതി, വർഷക്കെടുതി, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അനുഭവിക്കുന്നതാണ് കേരളം. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാർ സോണിലാണ്, യുദ്ധത്തിൻ്റെ ഇടയിലാണ്. അത് അവസാനിക്കും, അവസാനിച്ചില്ല, അവസാനിക്കും, ആ രീതിയിലാണ്. പക്ഷേ ഗൾഫിലെ വിശാലഹൃദയരായ കരുണവാന്മാരായ ഭരണാധികാരികൾ അവിടെ അവരുടെ നാഷണൽസ്, അറബ് നാഷണൽസിനോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. ആ രാജ്യത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ രാജ്യത്തിനോ അവിടെ താമസിക്കുന്നവർക്കോ അവിടെ ഉള്ളവർക്കോ ഒന്നും വരാതെ ശ്രദ്ധിക്കുന്ന വിശാലഹൃദയരായ ഭരണാധികാരികളാണ് അവിടെയുള്ളത്. അവിടെ ഗൾഫിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണുന്ന വളരെ സന്തോഷകരമായ ആരോഗ്യപരമായ ഒരവസ്ഥ നമ്മൾക്ക് ഗൾഫിൽ കാണാൻ സാധിക്കും. നമ്മുടെ മലയാളി അസോസിയേഷനുകളിലായാലും ശരി, ഇന്ത്യൻ അസോസിയേഷനുകളിലായാലും ശരി, എല്ലാ കൂട്ടായ്മകളിലും വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ എല്ലാ കൊല്ലവും കാണാറുണ്ട്. ഈ ബുദ്ധിമുട്ടിലും നമ്മൾ എന്തായാലും സന്തോഷകരമായി ആഘോഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ നൈമിഷികമാണ്, അതെല്ലാം മാറിപ്പോകും, ഈ സമയവും കഴിഞ്ഞു പോകും. ഓണം സന്തോഷകരമായി എല്ലാവരും ആഘോഷിക്കണം. ഒരു സാധനങ്ങൾക്കും ഗൾഫിൽ GCCയിൽ ഒരു ഷോർട്ടും ഉണ്ടാവുകയില്ല എന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇന്നത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ച മാതിരിയല്ല ഇന്നത്തെ പുതുതലമുറ. ഞാൻ ഇന്നലെ എൻ്റെ ഇവിടുത്തെ ലുലു ഡയറക്ടർമാരൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഓണം ആഘോഷിക്കുന്നത് പുതിയ തലമുറയുടെയും പഴയ തലമുറയും സംയോജിപ്പിച്ചായിരിക്കണം. കാരണം പഴയ കാര്യങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും പോയിപ്പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ നമ്മൾക്കാണ്. ആയതുകൊണ്ട് പഴയതും പുതിയതും ഒരുമിച്ച് നിങ്ങൾ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇത് പറയാൻ കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പഴമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമ്മുടെ ഉള്ളത് കൊണ്ട് അതും കൂടി മിക്സായിട്ടുള്ള സദ്യ ആയിരിക്കണം എന്നുകൂടി. കാരണം ആ സദ്യയിൽ നിലത്തിരുന്ന് നമ്മൾ കഴിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇതായിരുന്നു ഞങ്ങൾ പഴയ കാലത്ത് ഓണം ആഘോഷിച്ചിരുന്നതെന്ന്. കേരളത്തിലുള്ള എൻ്റെ സഹോദരന്മാർക്കും ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരന്മാർക്കും മലയാളികളായ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മറ്റുള്ള എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും ദൈവം
നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.